chief minister of a state or any other minister in the central or state government if he is arrested and detained in custody on account of serious criminal offences. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് പറഞ്ഞു തരാമോ? Can anybody explain it to me? What have you understood with that? ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ആരെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം എവിടെ പറയണേ? മിനിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, സോ മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് വിച്ച് മിനിസ്റ്റർ? പ്രൈം മിനിസ്റ്റർ. പിന്നെ ക്യാബിനറ്റ് മിനിസ്റ്റർ. ഓക്കെ, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആവാം, പ്രൈം മിനിസ്റ്റേഴ്സ് ആവാം, ചീഫ് മിനിസ്റ്റേഴ്സ് ആവാം, സ്റ്റേറ്റിലെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആവാം, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലുള്ള ഏതെങ്കിലും മിനിസ്റ്റർ ആവാം. ഫൈൻ, anybody, any minister can be removed if that person is arrested and detained in custody on account of a very serious criminal offense. That is, if he has conducted a very serious criminal offense like a murder or a rape, ഇങ്ങനത്തെയൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്രിമിനൽ ഒഫൻസസ് ഇതിന് ശേഷം അറസ്റ്റ് ചെയ്യപ്പെട്ട മിനിസ്റ്റേഴ്സ് ആണെങ്കിൽ ഇവരെ റിമൂവ് ചെയ്യുന്ന ബില്ലാണ് ഈ 138th അമെൻമെൻറ്റ് ബിൽ എന്ന് പറയുന്നത്. ക്ലിയർ? ഈ ഒരു ബില്ല് സ്റ്റേറ്റ്സിൻ്റെ ചീഫ് മിനിസ്റ്റേഴ്സിൽ മാത്രം ഒതുങ്ങുന്നില്ല. നമ്മുടെ UTസിലുള്ള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ടല്ലോ, UT ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. യു ഗൈസ് നോ ദാറ്റ് ദെർ ആർ 3 UTs വിത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, റൈറ്റ്? ദാറ്റ് ഈസ് ഏതൊക്കെയാണ്? 3 എണ്ണം. വിച്ച് ആർ ദ 3? Puducherry. Yeah. And the last one? Jammu and Kashmir. So we have 3 UTs with legislative assemblies. It works like proper state legislative assembly പോലെ തന്നെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ചീഫ് മിനിസ്റ്റർ ഉണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, അല്ലേ? അപ്പം ഈ പറയുന്ന UTസിലെ ചീഫ് മിനിസ്റ്റേഴ്സിനും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനും ഈ പറയുന്ന 138th അമെൻമെൻറ്റ് ബില്ല് അപ്ലൈ ആവുന്നു. സോ ദ പോയിന്റ് ഇസ് വെരി സിമ്പിൾ. വി ലുക്ക് ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദ provision. Basically, it seeks for the removal of Prime Minister or any other minister, be it in the central government or the state government, on account of a serious criminal offense that he has done if he has been arrested and detained on account of this particular serious offense that he has done. Provisions നമുക്ക് ഇച്ചിരി കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Is this slide clear? ഇതുവരെ ക്ലിയർ ആണോ? I go ahead. Yes, miss. Okay. So what is the ground for removal? ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അറസ്റ്റ് ചെയ്ത് 30 ദിവസത്തോളം ഇയാളെ ഡീറ്റെയിൻ ചെയ്യണം. ഈ പറയുന്ന വ്യക്തി, അതായത് ഈ പറയുന്ന മിനിസ്റ്ററിനെ 30 ദിവസത്തോളം ഈ ജയിലിൽ കോൺസിക്യൂട്ടീവായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ദാറ്റ് ഈസ് വൺ ക്രൈറ്റീരിയ. ദ സെക്കൻഡ് ക്രൈറ്റീരിയ ദാറ്റ് ഈസ് ദാറ്റ് ഇഫ് ഹി ഹാസ് ബീൻ അക്യൂസ്ഡ് ഓഫ് എ ക്രൈം that is punishable for a minimum 5 years or more. ഓക്കെ, അതായത് ഇയാൾ ചെയ്ത ക്രൈമിൻ്റെ കോടതിയുടെ പണിഷ്മെൻറ്റ് വിധി മിനിമം 5 വർഷമോ അതിൽ കൂടുതലോ ആണെങ്കിൽ ഇയാളെ ഈ പറയുന്നത് പോലെ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ആൻഡ് along with this particular clause, there is also another clause that if he has been arrested and detained in custody, കസ്റ്റഡിയിൽ 30 കോൺസിക്യൂട്ടീവ് ഡേയ്സ് ഇയാൾ സ്പെൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും ഇയാളെ നമുക്ക് റിമൂവ് ചെയ്യാം. സോ എ മിനിസ്റ്റർ വിൽ ബി റിമൂവ് ഫ്രം ഓഫീസ് if he is accused of an offensive punishable with imprisonment for a term which may extend 5 years or more, and he has been arrested and detained in custody for 30 consecutive days. Is this clear? Is this clear? Any doubt on this point? കാരണം ഈ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് പ്രൊസീജിയർ ആഫ്റ്റർ ബീങ് അറസ്റ്റഡ്? എനിബഡി ഹു നോസ്? എന്താണ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം? പറഞ്ഞു ഗൗതം. FIR ആണ്. All that, after all that is done, what is the next thing? Within 24 hours ഒരു കാര്യം ചെയ്യണം. എന്താണെന്നറിയൂ? കോടതി കൊണ്ടുപോയി, അല്ലേ, മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി, ഒരു ജഡ്ജിൻ്റെ അടുത്ത് പോയി ഈ പറയുന്നത് പോലെ ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് ഇല്ല, ഇയാൾക്ക് ബെയിലിന് ഓപ്ഷൻ ഉണ്ടോ ഇല്ലയോ, ഇതെല്ലാം നോക്കുന്ന ഒരു സ്റ്റേജാണ് വിത്തിൻ 24 hours നടക്കുന്ന സ്റ്റേജ്. അപ്പം അതിൽ
ഇയാളെ വിടരുത്, ഇയാളെ കസ്റ്റഡിയിൽ തന്നെ വെക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ കോർട്ട് ഹാസ് ഓൾറെഡി ഗിവൻ ആൻ ഇൻഫറൻസ്. ഈ ഒരു കേസിൽ കോടതി ഓൾറെഡി ഇടപെട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുവാണ് ദാറ്റ് ഇന്ന ആൾ ഇന്ന തെറ്റ് ചെയ്ത സ്ഥിതിക്ക് കീപ് ഹിം ഇൻ കസ്റ്റഡി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ദിസ് ഗൈ, there is a probability that he might have committed. Definitely there is a lot of procedure after that. ഓക്കെ, ഇയാൾ ശരിക്കും ഈ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ നമ്മൾ പ്രോപ്പറായിട്ടുള്ള എന്താ പറയുക, കോർട്ടിലാണെങ്കിലും ജുഡീഷ്യറിയിലാണെങ്കിലും വി ഹാവ് എ ക്രിമിനൽ ലോയർ, വി ഹാവ് എ ഡിഫെൻസ് ലോയർ, വി ഹാവ് അല്ലേ, അങ്ങനത്തെ ആ ഒരു രീതിയിലാണ് ഫൈനലി അത് നമ്മൾ നെഗറ്റീവ്സ് പഠിക്കുന്ന സമയത്ത് വാട്ട് ഈസ് ദ ഇഷ്യൂസ് വിത്ത് 130th അമെൻമെൻറ്റ് ബിൽ പഠിക്കുന്ന സമയത്ത് നമ്മളത് നോക്കും. അപ്പം ബേസിക്കലി ക്രൈറ്റീരിയ മാത്രം ഇപ്പം മനസ്സിലാക്കുക. സീരിയസ് ആയിട്ടുള്ള ഒഫെൻസ് വിച്ച് ഹാസ് മിനിമം 5 years ഓഫ് ഇംപ്രിസൺമെൻറ്റ് ടേം ഓർ മോർ, ആ ഒരു ക്രൈറ്റീരിയ ആണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മിനിമം 30 days കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നിരിക്കണം. സോ അങ്ങനത്തെ ആളെ മിനിസ്റ്റേഴ്സിനെ റിമൂവ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഈ റിമൂവൽ പ്രൊസീജിയർ? അപ്പം യൂണിയൻ മിനിസ്റ്റേഴ്സിൻ്റെ കേസാണെങ്കിൽ ആരാണ് റിമൂവ് ചെയ്യുന്നത്? റിമൂവ് ചെയ്യുന്നത് പ്രസിഡൻ്റ് ആണ്, ഓൺ പ്രൈം മിനിസ്റ്റേഴ്സ് അഡ്വൈസ് ബൈ ദ 31st day. ഓക്കെ, മിനിസ്റ്റർ ആണെങ്കിൽ ഈ പറയുന്ന പ്രൈം മിനിസ്റ്റർ, അതായത് ഇഫ് ഇറ്റ് ഈസ് എനി അതർ മിനിസ്റ്റർ ഇൻ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പ്രൈം മിനിസ്റ്റർ ഇസ് ദ വൺ ഹൂ ടെൽസ് ദ പ്രസിഡന്റ് ടു റിമൂവ് ദാറ്റ് പേഴ്സൺ ആഫ്റ്റർ ദ 31st day. അതായത് 30 days കസ്റ്റഡിയിലാണല്ലോ, 31st day ഓഫ് ദ കസ്റ്റഡി the prime minister can recommend the president, instruct the president to remove this particular minister. So that is the first. എങ്ങനെയാണ് യൂണിയൻ മിനിസ്റ്റേഴ്സിനെ റിമൂവ് ചെയ്യുന്നത്? ഇനി സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ കേസിലാണെങ്കിൽ റിമൂവ് ബൈ ദ ഗവർണർ. പ്രസിഡൻറ്റിൻ്റെ അതേ പവർ ഉള്ള ഒരു സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു ഓഫീസാണ് ഗവർണറിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ചീഫ് മിനിസ്റ്റർ എന്ത് ചെയ്യുന്നു, ഇവിടെ 31st ഡേയിൽ ചീഫ് മിനിസ്റ്റർ പോയി ഗവർണറിനോട് പറയുന്നു ഇന്ന ആൾ 30 ദിവസം കസ്റ്റഡിയിലായി കഴിഞ്ഞിരിക്കുന്നു, സോ ഇനി നിങ്ങൾ റിമൂവ് ചെയ്യുക എന്നുള്ളത്. ഇനി ഡൽഹി മിനിസ്റ്റേഴ്സ്, അതായത് ഡൽഹി മിനിസ്റ്റേഴ്സും ബാക്കിയുള്ള UTസിൻ്റെ മിനിസ്റ്റേഴ്സ് അതിൻ്റെ കേസാണെങ്കിൽ ഡൽഹി, പുതുച്ചേരി ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ, ഈ 3 സ്ഥലത്തിൻ്റെ കേസിലാണെങ്കിൽ പ്രസിഡന്റ് തന്നെയാണ് ഡയറക്റ്റ്ലി, പ്രസിഡന്റ് ചീഫ് മിനിസ്റ്ററിൻ്റെ അഡ്വൈസിൽ റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, കാരണം അവിടെ ഉള്ളത് ചീഫ് മിനിസ്റ്റേഴ്സ് ആണ്, റൈറ്റ്, UT ആണ്. സോ ഡയറക്ട്ലി അക്കൗണ്ടബിൾ ആവുന്നത് പ്രസിഡന്റ് ആണ്, യൂണിയനിലുള്ള പ്രസിഡന്റിനോട് തന്നെയാണ് ദേ ആർ ആൻസറബിൾ. ആൻഡ് വാട്ട് ഇഫ് ഇറ്റ് ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ചീഫ് മിനിസ്റ്റർ ദെംസെൽഫ്, അവരാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ 31ാമത്തെ ദിവസം അവരുടെ ഓഫീസ് വിൽ സീസ് ടു എക്സിസ്റ്റ് ഇഫ് ദേ ഡു നോട്ട് റിസൈൻ. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് അതർ മിനിസ്റ്റേഴ്സ് ദ പ്രൈം മിനിസ്റ്റർ ഇൻസ്ട്രക്ട്സ് ദ പ്രസിഡന്റ് at the union level to remove the minister on the 31st day of custody. In the case of state level, chief minister recommends the governor, instructs the governor to remove the minister on the 31st day. If the prime minister or the chief minister himself is accused, in that case 31st day ആവുമ്പം സ്വയം റിസൈൻ ചെയ്തില്ലെങ്കിൽ അയാൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഓഫീസ്, ദാറ്റ് ഈസ് ഈദർ ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഓർ ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് വിൽ സീസ് ടു എക്സിസ്റ്റ്. Okay, will cease to exist. Is this point clear? And in the case of union territories, it is chief minister recommending the president directly. Okay, so this is the 130th amendment bill in the crux നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. Okay, this is what 130th amendment bill deals with. Alright, now we will see if this person is eligible for reappointment. Usually ഇങ്ങനെ ഒരു ക്രൈം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്? ഇഫ് ഹീസ് പ്രൂവൻ ഗിൽറ്റി, ഓക്കെ, ഇൻ എനി കേസ് ഹീസ് പ്രൂവൻ ഗിൽറ്റി ആൻഡ് ഹീസ് ഗിവൻ ദിസ് ഇംപ്രിസൺമെന്റ് ടേം ഫോർ മിനിമം 5 years or 10 years or 15 years or whatever, do you think he should be eligible for election? What is your opinion? Should not be അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനത്തെ ക്ലോസ് അല്ല. He is allowed for reappointment. Okay, so no permanent disqualification is applicable here. Okay, removed ministers can be reappointment after released from custody. Custody നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവരെ റീഅപ്പോയിൻമെന്റ് ചെയ്യാം.
ഇസ് ദിസ് പോയിന്റ് ക്ലിയർ? കസ്റ്റഡിയിൽ നിന്ന് റിലീസ് ചെയ്തതിന് ശേഷം ഇവർക്ക് റീഅപ്പോയിൻമെൻറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. കീ ഇംപ്ലിക്കേഷൻസ്, ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് അവർ ഉദ്ദേശിക്കുന്നത് അപ്ഹോൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, ഗുഡ് ഗവർണൻസ് ആൻഡ് പബ്ലിക് ട്രസ്റ്റ്. ഓക്കെ, മെയിനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒരു മോറൽ ബേസിസ് ഉണ്ട് അല്ലേ, ഫോർ മിനിസ്റ്റേഴ്സ്, ഹൗ ദേ ഷുഡ് ആക്ട്, ഹൗ ദേ ഷുഡ് പെർഫോം, ഗവർണൻസിൽ എങ്ങനെ ഇൻവോൾവ് ആയിരിക്കണം, ആൻഡ് ഹൗ ദേ ഷുഡ് റിപ്രസെൻറ്റ് പീപ്പിൾ. ആ ഒരു റിപ്രസെൻറ്റേറ്റീവ് കേപ്പബിലിറ്റി അവർക്കില്ലെങ്കിൽ ഇറ്റ്സ് ആസ് ഗുഡ് ആസ് നോട്ട് ഡൂയിങ് ദാറ്റ് ഓഫീസ്, നോട്ട് പെർഫോമിങ് ഇൻ ദാറ്റ് ഓഫീസ്. സോ യു ക്യാൻ മൂവ് ഔട്ട് ഓഫ് ദാറ്റ് ഓഫീസ് എന്നുള്ളതാണ് ഈ 130th അമെൻമെൻറ്റ് ബിൽ പറയുന്നത് അല്ലേ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന പ്രകാരം ഇറ്റ് ടു അപ്ഹോൾഡ് ദാറ്റ് മൊറാലിറ്റി, ഒരു ഗുഡ് ഗവർണൻസും അതേപോലെ തന്നെ ആൾക്കാരിലുള്ള വിശ്വാസവും ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 130th അമെൻമെൻറ്റ് ബിൽ പാസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു നമ്മുടെ ഒരു അമെൻമെൻറ്റ് ബിൽ കൊണ്ടുവന്നിരിക്കുന്നത്, ഡോണ്ട് യു തിങ്ക് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പൊളിറ്റിക്കൽ വെപ്പൺ ആസ് വെൽ? ഒരു പൊളിറ്റിക്കൽ മിസ്യൂസിന് യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വെപ്പണായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡു യു തിങ്ക് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്, ഒരു മിസ്യൂസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? കാരണം ഇവിടെ ആരാണ് തീരുമാനമെടുക്കുന്നത്? ഈ പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ പറയുന്നത് ആരാണ്? സത്യം പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ആണ് അല്ലേ. നമ്മൾ എക്സിക്യൂട്ടീവിലുള്ള മെമ്പേഴ്സാണ്. വി ഹാവ് 3 legs ഓഫ് ദ ഗവർണൻസ്. വാട്ട് ആർ ദ 3 legs ഓഫ് ദ ഗവർണൻസ്? എനിബഡി? Legislature, judiciary, Okay. executive. Legislature, judiciary, executive. We've studied about balance of power, separation of power. Do you remember separation of power? Yes, ma'am. എന്താണ് സെപ്പറേഷൻ ഓഫ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് ഓരോ ഓർഗനും വേറൊരു ഓർഗനുമായിട്ട് ഓർഗനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല അവർക്ക് ഓരോരുത്തർക്കും ഓരോരോ പവർ ഉണ്ട്. ഓരോരുത്തർക്ക് ഓരോ പവർ ഉണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ദേ കീപ് ചെക്സ് ഓൺ ഈച്ച് അതർ ആസ് വെൽ, റൈറ്റ്? ലെജിസ്ലേച്ചർ കീപ്സ് എ ചെക്ക് ഓൺ എക്സിക്യൂട്ടീവ്. ഇഫ് എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ പ്രതീക്ഷിക്കുന്നത് പോലെ പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആരാ? പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അല്ലേ, അവരാണ് എക്സിക്യൂട്ടീവ്. ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്. കാരണം ഒരു ബില്ല് പാസ് ചെയ്യാൻ വേണ്ട 3 ഓർഗൻസ് ആണ് ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്. സോ ദിസ് ഇസ് ദ ലെജിസ്ലേച്ചർ ആൻഡ് വി ഹാവ് ദ ജുഡീഷ്യറി. ജുഡീഷ്യറി എന്ന് പറയുന്നത് മൊത്തം കോടതിയിലെ സിസ്റ്റംസ്. സോ ഈ 3 ഓർഗൻസ് നമ്മളിപ്പം ലെജിസ്ലേച്ചറിന് തോന്നുകയാണ് എക്സിക്യൂട്ടീവ് ഭയങ്കരമായിട്ട് ഉഴപ്പുന്നുണ്ട്, അല്ലെങ്കിൽ ഓവർ ആക്കിംഗ് പവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, തീരെ അവർക്ക് പറ്റുന്നില്ല എക്സിക്യൂട്ടീവിൻ്റെ ആക്ഷൻസ് എന്നുണ്ടെങ്കിൽ നോ കോൺഫിഡൻസ് മോഷൻ പാസ് ചെയ്താൽ ഫുൾ എക്സിക്യൂട്ടീവിനെ താഴെ ഇറക്കാനുള്ള പവർ ലെജിസ്ലേച്ചറിനുണ്ട്. അതേപോലെ തന്നെ ജുഡീഷ്യറിയുടെ കേസിലാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ജുഡീഷ്യറിക്ക് ലെജിസ്ലേച്ചറിൽ ചെക്ക് വെക്കാം. എങ്ങനെയാണ്? ഇപ്പോൾ ഈ അമെൻമെൻറ്റ് ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ അമെൻമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇത് പാസ്സായി എന്ന് തന്നെ കരുതുക. സുപ്രീം കോർട്ടിന് ഇതിൽ ഇടപെടാം. സുപ്രീം കോർട്ടിൽ പറയാം ദാറ്റ് ഈസ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓർ നോട്ട്, ഈസ് ഇറ്റ് എഫക്റ്റിംഗ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ നോട്ട് എന്നുള്ളത് സുപ്രീം കോർട്ടിന് ഇടപെട്ടിട്ട്, ഇനി സുപ്രീം കോർട്ടിന് തോന്നുകയാണ് ദാറ്റ് വാട്ട് എവർ യു പുട്ട് ഇൻ ദിസ് പെർട്ടിക്കുലർ ബിൽ, ദ പ്രൊവിഷൻസ് ഇൻ ദിസ് ബിൽ is actually kind of an overreach എന്ന് ജുഡീഷ്യറിക്ക് തോന്നുവാണെങ്കിൽ അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യാനുള്ള പവർ ജുഡീഷ്യറിക്കുണ്ട്. സോ ഈ 3 ഓർഗൻസ്, ദാറ്റ് ഈസ് ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ്, ദിസ് ഇസ് ജസ്റ്റ് 1 or 2 എക്സാമ്പിൾസ് ദാറ്റ് ഐ ഹവ് ഗിവൻ. ബട്ട് ദീസ് 3 ഓർഗൻസ് ആർ പ്രോപ്പർലി, എന്താ പറയുക, ആ ഒരു അവരുടെ സെപ്പറേഷൻ ഓഫ് പവർ, ബാലൻസ് ഓഫ് പവർ ഈസ് വെരി ക്ലിയർലി മെൻഷൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ദീസ് 3 ഓർഗൻസ് ഹാവ് ടു, ആ ഒരു ബാലൻസിൽ അവർ മുന്നോട്ട് പോയില്ലെങ്കിൽ ഗവർണൻസിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, സോ ഈ ഗവർണൻസിൽ ഇഷ്യൂസ് വരുന്ന രീതിയിലുള്ള ഒരു ബില്ലാണ് ഈ 130th അമെൻമെൻറ്റ് ബിൽ. കാരണം ഇവിടെ പ്രൈം മിനിസ്റ്ററിനും ചീഫ് മിനിസ്റ്ററിനും ഒക്കെ ഒത്തിരി പവേഴ്സ് കൊടുക്കുകയാണ്. ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്ററിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു അവകാശം, അധികാരം കൊടുക്കണം. എക്സിക്യൂട്ടീവിനാണ് ഇവിടെ കൂടുതൽ പവർ കൊടുത്തിരിക്കുന്നത്. ആരെ എന്തടിസ്ഥാനത്തിൽ റിമൂവ് ചെയ്യണം. ഇപ്പം ഈ ആളെ 30 days കസ്റ്റഡി കഴിഞ്ഞതിന് ശേഷം ഇയാൾ ഈ പറയുന്നത് പോലെ ഇയാളുടെ കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിഫെൻസ് ലോയർ ഹാസ് ഡൺ എൻ എക്സലൻറ്റ് ജോബ് ആൻഡ് ഇറ്റ്സ് ഫൗണ്ട് ഔട്ട് ദാറ്റ് ദിസ് ഗൈ ഈസ് നോട്ട് ഗിൽറ്റി ഓഫ് ദിസ്, ഇറ്റ് വാസ് എ ഫോൾസ് അക്യൂസേഷൻ. ഓക്കെ, ഇയാൾ ഗിൽറ്റി അല്ല എന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ കേസിൽ ഇയാളെ റിമൂവ് ചെയ്തത്
തെറ്റായില്ലേ? ഈവൻ താൽക്കാലിക അയാൾക്ക് റീഅപ്പോയിൻമെന്റ് ഉണ്ടെങ്കിലും താൽക്കാലികമായിട്ട് ആ ഒരു ഓഫീസ്, ഇപ്പം സേ ഹി വാസ് ദ മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ഓർ ഹി വാസ് ദി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, അയാൾ ആ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന്റെ റോളിൽ നിന്ന് ചെയ്യേണ്ട ആ ഒരു ഉത്തരവാദിത്തമാണ് അത്രയും നാള് ചെയ്യാണ്ടിരിക്കുന്നത്. സോ there is a vacuum in the performance of the education minister. You should think in that perspective. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഗവർണൻസിനെ ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പ്രൈം മിനിസ്റ്ററിനും ചീഫ് മിനിസ്റ്ററിനും ഒക്കെ ഒത്തിരി ഓവർ ആർക്കിംഗ് പവേഴ്സ് കൊടുക്കുകയാണ്. 31-ാം ദിവസം ഇനി ഇയാൾ ഇത് കഴിഞ്ഞിട്ട് ഗിൽറ്റി ആണോ ഇല്ലയോ എന്നുള്ള ഒരു പ്രൂഫിന് വേണ്ടി ഒന്നും ഇവർ നിൽക്കുന്നില്ല. 31st ഡേ ഇയാളെ എടുത്ത് കളയുകയാണ്. മിനിസ്റ്ററായിട്ട് ഉള്ള ആ ഓഫീസ് പുള്ളിയെ റിമൂവ് ചെയ്ത് കളയുകയാണ്. So it is giving an overarching power to the executive. And do you think it is a good thing? അല്ല. It can be used for politics. ഇപ്പം false accusation, Council of Ministers തന്നെ, I'm just giving you an example. Think about the scenario where there is a group of Council of Ministers and the Prime Minister. And one among the ministers is not okay with the working of the system, or എന്തെങ്കിലും പറയുമ്പം പ്രൈം മിനിസ്റ്റർ ഇൻസ്ട്രക്ട് ചെയ്യുന്ന രീതിയിൽ ഇദ്ദേഹം വർക്ക് ചെയ്യുന്നില്ല, ബിക്കോസ് ഹീ തിങ്സ് ഇറ്റ് ഈസ് റോങ്. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് സപ്പോസ് ടു ബി എ ടീം വർക്ക് ആൻഡ് ദിസ് ഗൈ ഈസ് നോട്ട് വെരി കോപ്പറേറ്റീവ് അല്ലാത്തത് കൊണ്ട് ഇയാളുടെ തലയിൽ ഒരു ഫോൾസ് അക്യൂസേഷൻ ഇട്ട് ഇയാളെ കേസിൽ കൊടുക്കാൻ സാധ്യതയില്ലേ? ഇല്ലേ? Do you think this is a possibility or not? Right? ഒന്നും കൂടെ പറയാമോ? അതായത് പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഉണ്ട്. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്ററിൽ ഒരു മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ പറയുന്ന കാര്യങ്ങളിൽ അഗ്രി ചെയ്യുന്നില്ല, ബിക്കോസ് ഓഫ് പ്രോബബ്ലി പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പുള്ളിയുടെ ചിന്താഗതിയായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ പുള്ളി ഇൻസ്ട്രക്ട് ചെയ്യുന്നത് തെറ്റാണ് എന്ന് കൗൺസിൽ ഓഫ് മിനിസ്റ്ററിൽ ഏതെങ്കിലും ഒരു മിനിസ്റ്ററിന് തോന്നുന്നത് കൊണ്ടാവാം ഇയാൾ സഹകരിക്കാത്തത് പ്രൈം മിനിസ്റ്ററുമായിട്ട്. സഹകരണ ഇല്ല എന്നല്ല, ബട്ട് ഹീ ഈസ് നോട്ട് ഓക്കെ വിത്ത് വാട്ട് എവർ ദ പ്രൈം മിനിസ്റ്റർ സെയിങ്, ആൻഡ് the prime minister or the rest of the ministers are understanding it, that he is not okay with the way the council of ministers is working. Don't you think the prime minister can misuse this power to pin down this guy by putting a false accusation on him and removing him from the council of ministers? Is it a possibility? Yeah, so this is the political misuse they are talking about. ഇതിനെ പൊളിറ്റിക്കൽ മിസ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് ഈ ഒരു പ്രൊവിഷനിൽ. ഓക്കെ, സോ വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്? എറോഡ്സ് പാർലമെന്ററി ഡെമോക്രസി ബൈ ഷിഫ്റ്റിംഗ് ഡിസിസീവ് പവർ ഫ്രം പാർലമെന്റ് ആൻഡ് കോർട്സ് ടു ദി എക്സിക്യൂട്ടീവ് ഡിസ്ക്രിഷൻ. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ എക്സിക്യൂട്ടീവിനാണ് ഇവിടെ കൂടുതൽ പവർ കൊടുത്തിരിക്കുന്നത്. പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും ഒക്കെയാണ് ഡിസൈഡ് ചെയ്യുന്നത് 31-ാം ദിവസം മിനിസ്റ്റേഴ്സ് റിസൈൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ പാർലമെന്ററി ഡെമോക്രസി ആരാണ് ഈ ചീഫ് മിനിസ്റ്റേഴ്സിനെ കയറ്റി വിടുന്നത്? ആരാണ്? ഹൂ ആർ ദ വൺസ് ഹൂ സെൻഡ് മിനിസ്റ്റേഴ്സ് ഇൻ ടു ദി ഓഫീസ്? ഓക്കെ, വി ആർ ദ വൺസ് ഹൂ ആർ അൾട്ടിമേറ്റ്ലി ദേ ആർ റെസ്പോൺസിബിൾ ടു അസ്. നമ്മളാണ് ഇവരെ MPസും MLAസും ഒക്കെ ആക്കി പിന്നീട് ഇവർ നിൽക്കുന്ന സീറ്റുകളിലോട്ട് ഇവർ കയറി പോകുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഡെമോക്രസിക്ക് വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് ഫോർ ദ പീപ്പിൾ, റൈറ്റ്? സോ ഈ പൊളിറ്റിക്കൽ മിസ്യൂസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വി ആർ ദ വൺസ് ബീങ് എഫക്റ്റഡ്. Okay, people are the ones who are affected because of the political misuse. So here ലെജിസ്ലേച്ചറും കോർട്ടും ഒക്കെ തീരുമാനിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഇതിനൊരു വിധി പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ആ വിധി പറയുന്നതിന് മുന്നേ തന്നെ 31-ാം ദിവസം, ജസ്റ്റ് ബിക്കോസ് ഹി ഈസ് അറസ്റ്റഡ് ആൻഡ് പുട്ട് ഇൻ കസ്റ്റഡി ഫോർ 30 consecutive days, ബിഫോർ ഹി ഈസ് പ്രൂവൻ ഗിൽറ്റി, ഹി ഈസ് സ്റ്റിൽ ആൻ അണ്ടർ ട്രയൽ അല്ലേ? അണ്ടർ ട്രയൽ ആണ്. ഗിൽറ്റി ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് മുന്നേ പുള്ളിയെ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, എടുത്ത് റിമൂവ് ചെയ്ത് കളയുകയാണ്. സോ ദാറ്റ് ഷോസ് ഒരു എക്സിക്യൂട്ടീവ് ഓവർ റീച്ചിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ കേശവാനന്ദ ഭാരതി കേസ്, ഇഫ് യു ഗൈസ് റിമെമ്പർ, വീവ് സ്റ്റഡീഡ് ഇറ്റ് മൾട്ടിപ്പിൾ ടൈംസ്. ലാൻഡ്മാർക്ക് കേസാണ്. ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്ന ഒരു കേസാണ് ഈ പറയുന്ന കേശവാനന്ദ ഭാരതി കേസ്. Right? What is the basic structure of the constitution? We have a lot of എന്താ പറയുക, നമ്മുടെ സ്കെലിറ്റൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഉടച്ച
നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തകർന്നു പോകും. ഫോർ എക്സാമ്പിൾ സോവറിനിറ്റി, ഇന്ത്യ ആസ് എ സോവറിൻ കൺട്രി എന്ന് പറയുന്നത് അതൊരു ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സെക്യുലറിസം, നമ്മുടെ സെക്യുലർ ചിന്താഗതി, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സെക്യുലർ, ദാറ്റ് ഈസ് എ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതേപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, ഇപ്പം നമ്മൾ പഠിച്ച സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇതും ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതേപോലെ റൂൾ ഓഫ് ലോ, ആർട്ടിക്കിൾ 14, ഓക്കെ, ഓൾ ഓഫ് ദിസ്, ഇതെല്ലാം ഈ പറയുന്നത് പോലെ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിലൊക്കെ പറയുന്ന പല കാര്യങ്ങളും ബേസിക് സ്ട്രക്ചറിനെ എംഫസൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു ഇൻട്രൊഡക്ഷൻ, അമെൻമെൻറ്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം എന്താണ് ഇവിടെ പറ്റുന്നത്? ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ബിക്കോസ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഇവിടെ ബ്ലർ ആവുകയാണ്. ബിക്കോസ് എക്സിക്യൂട്ടീവിന് കൂടുതൽ പവർ കിട്ടുന്നു. ഓക്കെ, സുപ്രീം കോർട്ടിന് ഇടപെടാം, കോടതിക്ക് ഇടപെടാം. ഈ ഒരു ബില്ല് പാസ്സായി എന്ന് കരുതുക. അപ്പോൾ കോടതിക്ക് ഇടപെട്ടിട്ട് പറയാം that this is not going to work because it alters the basic structure of the constitution. But it depends again on the people in the court and judiciary. ആരൊക്കെയാണ് are they into correcting this? ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ആ ഒരു ഘടകം ഉള്ളത്. ബട്ട് സ്റ്റിൽ judiciary, if judiciary wants to interfere into the matter, judiciary can interfere and flag the point of basic structure of the constitution. Okay, പിന്നെ representation of the People's Act 1951, disqualification only after conviction, not pre-trial detention. 30 ദിവസം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രീ ട്രയൽ ഡിറ്റൻഷനാണ്. ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കോടതിയിൽ നടക്കുന്ന ട്രയലിൻ്റെ മുമ്പേ ഉള്ള ഡിറ്റൻഷനാണ് ഈ 30 ദിവസത്തെ കസ്റ്റഡി എന്ന് പറയുന്നത്. അയാൾ അണ്ടർ ട്രയൽ ആണ് ആ ഒരു ഫേസിൽ. ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് എ ട്രയൽ ഇസ്? ഹാവ് യു സീൻ ദ പ്രൊസീജിയർ ഇൻ ദ കോർട്ട്? what do they do? There is a defense lawyer, right? Defense lawyer അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ലോയർ ഈ പറയുന്ന ആൾക്ക് വേണ്ടി വാദിക്കാനും അതേപോലെ തന്നെ ഓപ്പോസിറ്റിൽ വാദിക്കാൻ വേറൊരു ലോയർ ഉണ്ട്. ഇവരുടെ ഈ വാഗ്വാദത്തിൻ്റെ അവസാനമാണ് മനസ്സിലാവുന്നത് if this guy has actually committed the crime or not, right? സോ ആ ഒരു ഫേസ് കഴിഞ്ഞാലേ ഇയാൾ ക്രിമിനൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുവരെ ഇയാൾ അണ്ടർ ട്രയൽ ആണ്. അതായത് ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അണ്ടർ ട്രയൽ. മെനി എ ടൈംസ് we've studied while learning prisons that majority of the people in the prisons in India are under trials because of the judicial pending cases pending ആയതുകൊണ്ട് തന്നെ majority of the prisoners in the jail are under trials, and that is why there is lot of ഈ പറയുന്നത് പോലെ congestion issues in prisons. നമ്മളിത് നോക്കിയിട്ടുണ്ട്. അപ്പം ഇയാൾ സത്യം പറഞ്ഞാൽ ഈ 30 ദിവസത്തെ സമയം എന്ന് പറയുന്നത് അണ്ടർ ട്രയൽ ആയിട്ടുള്ള സമയമാണ് അല്ലേ? അയാളുടെ കേസ് ഇതുവരെ അയാൾ തന്നെയാണോ ചെയ്തേ ഇല്ലയോ എന്നുള്ളത് കോടതി കംപ്ലീറ്റ് ആയിട്ട് ഉത്തരവിട്ടിട്ടില്ല. ആ ഒരു ഫേസിൽ തന്നെ ഈ ആളെ എന്താ പറയുക, ഇത്രയും വലിയൊരു സ്റ്റെപ്പ് എടുക്കുന്നത്, ഓക്കെ, ദാറ്റ് ഈസ് എഗെൻസ്റ്റ് this particular representation of the People Act 1951. Council of Ministers become hostage to Prime Minister, Chief Minister's advice. അതാണ് നമ്മൾ പറഞ്ഞത്. മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും ഒരാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പിൻ ചെയ്ത് ഇയാളെ ഒരു ഫോൾസ് അലിഗേഷനിൽ കുരുക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ misuse risk through investigative agencies. ED, like Enforcement Directorate and CBI, have already been accused of targeting opposition leaders. Okay, there is a very high possibility that this particular tool can be misused. ഇപ്പോൾ opposition leadersന്റെ കേസിൽ തന്നെയാണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ന്യൂസിലൊക്കെ, എന്ത് പറഞ്ഞാലും ചെയ്താലും ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ഡേ ഇവരുടെ വീട്ടിൽ പോയി റെയ്ഡ് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്ന് ഇവരെ ചോദ്യം ചെയ്യുന്ന പ്രവണതയുണ്ട്. CBI വന്ന് ഇവരുടെ ഏതെങ്കിലും പഴയ കേസ് കുത്തിപ്പൊക്കണ പ്രവണതയുണ്ട്. സോ ഓൾ ഓഫ് ദീസ് ആർ ഹാപ്പനിങ് ഓൺ എ വെരി നോർമൽ ബേസിസ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ദർ ഈസ് എ വെരി ഹൈ ചാൻസ് ദാറ്റ് ദിസ് പെർട്ടിക്കുലർ provision can be misused. A 30-day custody trigger is arbitrary, equating mere investigation with guilt. Basically നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണ് ദാറ്റ് ഈ 30-day ട്രയൽ എന്ന് പറയുന്നത് നമ്മൾ അയാൾ ഗിൽറ്റി ആണെന്ന് തീരുമാനിച്ചാണ് ഈ പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും നിൽക്കുന്നത്. 31st ഡേ അതുകൊണ്ടാണ് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അയാൾ ദർ ഈസ് എ പോസിബിലിറ്റി ദാറ്റ് ഹി ഈസ് ഓൾസോ നോട്ട് ഗിൽറ്റി.
റൈറ്റ്? ആ ഒരു പോസിബിലിറ്റിയെക്കുറിച്ച് ഈ ഒരു അമെൻമെൻറ്റ് ബില്ല് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അപ്പം ആക്ച്വലി ചെയ്യേണ്ടത് എന്താണ്? കൺവിക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം റിമൂവ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ. അതായത് ട്രയലൊക്കെ കഴിഞ്ഞിട്ട് കോടതി തീരുമാനിക്കണം യെസ് ദിസ് ഗൈ ഹാസ് കമ്മിറ്റഡ് ദിസ് ക്രൈം എന്ന് ഉത്തരവ് വന്നതിന് ശേഷം ഇയാൾ ഈ ഓഫീസ് സീസ് ടു എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ. ബട്ട് ബിഫോർ ദാറ്റ് ഫേസ്, ആ ഒരു ഫേസിന് മുന്നേ തന്നെ just because he was arrested and put 30 days in jail, consecutive days in jail, 31st day ഇയാളെ റിമൂവ് ചെയ്യണം എന്ന് പറയുന്നത് not a very good thing. Is this point clear? Any doubt so far? No. Srinidhi, Prayag, Atulya, Ananya, Yes. all good? Okay, fine. പൊട്ടൻഷ്യൽ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ഗവർണൻസിൻ്റെ ഇൻസ്റ്റെബിലിറ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റർ പോയി, അയാൾ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഹാൻഡിൽ ചെയ്യുന്ന മിനിസ്റ്റർ ആവാം. എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ പെട്രോളിയമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെയിൽവേസോ അങ്ങനെ എന്തെങ്കിലും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഹാൻഡിൽ ചെയ്യുന്ന ഒരു മിനിസ്റ്റർ ആവാം. പെട്ടെന്ന് ഇയാളെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് അവിടെ പറ്റുന്നത്? ഒരു വാക്യൂം വരികയാണ്, റൈറ്റ്? ഒരു പൊളിറ്റിക്കൽ വാക്യൂം വരികയാണ്. അത് ഗവർണൻസിനെ ബാധിക്കും, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ വർക്കിങ്ങിനെ ബാധിക്കും. ഇനി ക്യാബിനറ്റ് മിനിസ്റ്റർ ആണെങ്കിൽ ഒന്നും കൂടെ അത് സീരിയസ്, ബിക്കോസ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഹോൾഡ് വെരി ഇമ്പോർട്ടൻറ്റ് പോർട്ട്ഫോളിയോസ് ലൈക്ക് ഫിനാൻസ്, ഡിഫെൻസ് ആൻഡ് ഓൾ ദാറ്റ്, റൈറ്റ്? അപ്പോൾ അവരിലൊരാളാണ് പോണെങ്കിൽ ഒന്നും കൂടെ ഇത് ഇച്ചിരി കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ഗവർണൻസ് ലാപ്സിലോട്ട് പോകും, റൈറ്റ്? സോ ഗവർണൻസിൽ ഇൻസ്റ്റെബിലിറ്റി വരാൻ സാധ്യതയുണ്ട് ആൻഡ് പോളിസി വീക്കനിങ് വരാൻ സാധ്യതയുണ്ട്. Okay, this is just a possibility that they are saying with frequent removals without trial. ഇങ്ങനെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് തോന്നുന്ന മിനിസ്റ്റേഴ്സിനെയൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുവാണ് ട്രയൽ നടക്കുന്നതിന് മുന്നേ എങ്കിൽ ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റിക്ക് സാധ്യതയുണ്ടെന്ന് പറയാം. പൊളിറ്റിക്കൽ വെപ്പനൈസേഷൻ, ലൈക്ക് വി ഓൾറെഡി ടോൾഡ്, പൊളിറ്റിക്കൽ മിസ്യൂസിന് സാധ്യതയുണ്ട്. എറോഷൻ ഓഫ് പബ്ലിക് മാൻഡേറ്റ്, അതായത് വോട്ടറിൻ്റെ ചോയ്സ് ആണ് സത്യം പറഞ്ഞാൽ പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും ജസ്റ്റ് ബിക്കോസ് ഹി ഗോട്ട് അറസ്റ്റഡ് ഫോർ 30 കോൺസിക്യൂട്ടീവ് ഡേയ്സ് ഇല്ലാണ്ടാക്കുന്നത്. വോട്ടറിൻ്റെ ചോയ്സ് ആണ് ഇയാൾ പാർലമെൻറ്റിൽ കയറിയതും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, പാർലമെൻറ്റിലോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഭാഗമായത് നമ്മൾ വോട്ട് ചെയ്ത് കയറ്റിയിട്ടാണ്, അല്ലേ? അപ്പം നമ്മൾ കയറ്റിയ ഒരാളെ ജസ്റ്റ് ബിക്കോസ് ഇങ്ങനെ ഇയാളെ 30 ദിവസം അറസ്റ്റ് ചെയ്തു എന്നുള്ള പേരിൽ ഇയാളെ റിമൂവ് ചെയ്യുവാണെങ്കിൽ അത് നമ്മളോട് കാണിക്കുന്ന ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആണ്, അല്ലേ? നമ്മളാണ് ഇവിടെ, നമ്മുടെ ചോയ്സാണ് ഇവിടെ is being overridden by the executive choice or executive action, right? So it is undermining the concept of representative democracy because we are sending this guy to represent us and he is being removed by the executive. Fine. Judicial burden, ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതെന്താ പറ്റുന്നത്? ഓരോ ആളെ റിമൂവ് ചെയ്തു എന്നുള്ള പേരിൽ പെറ്റിഷൻസ് വരാൻ തുടങ്ങും. അനാവശ്യമായിട്ട് റിമൂവ് ചെയ്തു പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും ബിഫോർ ദിസ് പെർട്ടിക്കുലർ ഗൈ വാസ് പ്രൂവൻ ഗിൽറ്റി. അപ്പോൾ സുപ്രീം കോർട്ടിലും ഹൈക്കോർട്ടിലും ഒക്കെ ഇനി ആൾക്കാർ കേസ്, മിനിസ്റ്റേഴ്സ് ആണെങ്കിലും ഒക്കെ കേസിന് കൂടുതൽ പോവാൻ സാധ്യതകൾ കൂടുതലാണ്. ദാറ്റ് ഫോൾസ് അക്യൂസേഷനിൽ എന്നെ ഞങ്ങളെ പെടുത്തിയതാണ്. അപ്പോൾ ഇനി ജുഡീഷ്യൽ ബേർഡൻ കൂടാൻ സാധ്യതയുണ്ട് ബിക്കോസ് ഓഫ് ദിസ് particular measure, that people will come forward saying we were falsely accused of this and please look into the matter എന്നും പറഞ്ഞ് പെറ്റീഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട്. സോ it can also result in judicial burden. Courts would face a flood of petitions challenging arbitrary removals, clogging judicial resources. Fine? Is it very clear? All of you? 130th Amendment Bill എന്താണ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീനിധി, all good? Okay, fine. So relentless rain upsets Kashmir's apple cart. Okay, അപ്പോൾ ഇന്നലത്തെ ന്യൂസ് ആയിരുന്നു. ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ഈ വെതർ കണ്ടീഷൻസ് കാശ്മീരിൽ ഒരുപാട് മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ആപ്പിൾ കൃഷി, ഏറ്റവും കൂടുതൽ ആപ്പിൾ കൃഷി നടക്കുന്ന ഒരു റീജിയനാണ് ഈ കാശ്മീർ എന്ന് പറയുന്നത്. കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, all of these places are very famous for apple, right? Apple cultivation. So this particular issue, റെയിൻ കൂടുതലായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ആപ്പിൾ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി എന്നുള്ളതാണ്.
സോ ആപ്പിളിനെ കുറിച്ച് നമ്മൾ ആപ്പിൾ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, ആപ്പിൾ യൂഷ്വലി എങ്ങനത്തെ സ്ഥലങ്ങളിലാണ് വളരുന്നത്? കെൻ യു ടെൽ മീ, എങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ആപ്പിൾ വളരുന്നത്? കോൾഡ് ഏരിയാസിൽ. ആ, കോൾഡ് ഏരിയാസിൽ. ഭയങ്കരമായിട്ട് ചൂടുള്ള സ്ഥലങ്ങളിൽ ആരെങ്കിലും ആപ്പിൾ കൾട്ടിവേഷൻ കണ്ടിട്ടുണ്ടോ? നോ, ഇറ്റ് ഈസ് യൂഷ്വലി ഇൻ ഒരു ആവറേജ് ടെമ്പറേച്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ തണുത്ത സ്ഥലങ്ങളിലോ ആണ് ഈ പറയുന്ന ആപ്പിൾസ് കൂടുതൽ വളരുന്നത്, അല്ലേ? സോ യൂഷ്വലി ഇറ്റ് ഈസ് എ ടെമ്പറേറ്റ് റീജിയനിൽ വളരുന്ന ഫ്രൂട്ടാണ് ഈ ആപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ടെമ്പറേറ്റ് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ടെമ്പറേറ്റ് റീജിയൻ? What is temperate region? നോർമൽ ആയിട്ടുള്ള ഹീറ്റുള്ള. Okay, so on what basis do we decide which is tropical region, temperate region? എങ്ങനെയാണ് ആ ഡിവിഷൻ നമ്മൾ മനസ്സിലാക്കുന്നത്? ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ് അല്ലേ? സോ ഏത് ലാറ്റിറ്റ്യൂഡ് മുതൽ ഏത് ലാറ്റിറ്റ്യൂഡ് വരെയാണ് ടെമ്പറേറ്റ് റീജിയൻ എന്ന് യൂഷ്വലി പറയുന്നത്? എനിബഡി? Which latitude to which latitude do we usually call as a temperate region? Tropical region ഏതാ? 22.5 ഡിഗ്രി നോർത്ത് 22.5 ഡിഗ്രി സൗത്തിന് ഇടയ്ക്കുള്ളത്. ഓക്കെ, സോ 23.5 ഡിഗ്രി നോർത്ത് 23.5 ഡിഗ്രി സൗത്ത് വരെയുള്ള ആ റീജിയൻ അല്ലേ, അതിനെയാണ് നമ്മൾ ട്രോപ്പിക്സ് എന്ന് പറയുന്നത്. അതിന്റെ മേളിൽ കിടക്കുന്നത് ടെമ്പറേറ്റ്. അത് ഏത് ലാറ്റിറ്റ്യൂഡ് വരെ ഉണ്ട്? 66.5 ഡിഗ്രി നോർത്ത് ആൻഡ് 66.5 ഡിഗ്രി സൗത്ത് വരെ. 23.5 ഡിഗ്രി നോർത്ത് ടു 66.5 ഡിഗ്രി നോർത്ത് വരെയുള്ളത് ടെമ്പറേറ്റ് സോണും, അതേപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിൽ 23.5 ഡിഗ്രി സൗത്ത് ടു 66.5 ഡിഗ്രി സൗത്തും ഈ പറയുന്നത് പോലെ ടെമ്പറേറ്റ് റീജിയൻ ആണ്, റൈറ്റ്? സോ ഇവിടെയാണ് യൂഷ്വലി നമ്മൾ ഈ പറയുന്നത് പോലെ ആപ്പിളിൻ്റെ കൾട്ടിവേഷൻ കൂടുതൽ കാണുന്നത്. വേർ സൺലൈറ്റ് റീച്ചസ് സ്ലാന്റിംഗ്ലി. ഓക്കെ, സ്ലാന്റിംഗ്ലി കിട്ടുന്ന സ്ഥലമാണ് ഈ ടെമ്പറേറ്റ് റീജിയൻ. ഡയറക്റ്റ് സൺലൈറ്റ്, ഓവർഹെഡ് സൺലൈറ്റ് ഇവർക്ക് കിട്ടില്ല. സോ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ചൂട് അതനുസരിച്ച് കുറവായിരിക്കും, റൈറ്റ്? സോ ഈ പറയുന്ന ആപ്പിൾ is usually found in temperate region. And why is it found in India's Jammu Kashmir, Himachal Pradesh, highlands of Uttar Pradesh and all? It's because of the presence of temperate region like climatic conditions in these regions. അല്ലേ, because of the presence of Himalayas. ആ ഹൈറ്റും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അത്ര ചൂട് വരില്ല. ടെമ്പറേറ്റ് റീജിയൻ പോലത്തെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, വെതർ കണ്ടീഷൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശിലൊക്കെ ആപ്പിൾ കൾട്ടിവേഷൻ പോസിബിൾ ആവുന്നത്. സോ അബൌട്ട് ആപ്പിൾ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ, ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ്, highlands of Uttar Pradesh, Uttarakhand are the main places in India where apples are grown. Additionally, it is also grown to a minor degree in Sikkim, Punjab, Arunachal Pradesh and Nagaland. Okay, ഈ സ്ഥലങ്ങളിലും ഇച്ചിരി ആപ്പിൾ കൾട്ടിവേഷൻ ഉണ്ട്. മെജോറിറ്റി ഓഫ് ദ കൾട്ടിവേഷൻ, യു എവർ വിസിറ്റ് ഹിമാചൽ പ്രദേശ്, മണാലിയിലൊക്കെ പോയാൽ നമുക്ക് ആപ്പിൾ യു കെൻ ഫൈൻഡ് എവ്രിവെയർ. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ആപ്പിൾ പറിച്ച് ആൾക്കാർ വെറുതെ തിന്നണ കാണാം. ഇവിടെയൊക്കെ നമ്മൾ എത്ര വില കൊടുത്താണ് നമ്മൾ മേടിക്കുന്നത്, അല്ലേ? അവിടുത്തെ ആപ്പിൾ ഇറ്റ്സ് സോ കോമൺ ദർ. എവറി ഹൗസ് ഹോൾഡ് പ്രോബബ്ലി ഹാസ് എൻ ആപ്പിൾ ട്രീ ആസ് വെൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് the regions of apple cultivation. Now climatic conditions required. Apple grows in a temperate climate. പക്ഷേ ഹിമാലയൻ റേഞ്ചസും ഹൈ എലിവേഷൻസും ഉള്ളത് കൊണ്ടാണ് ആ ഒരു ടെമ്പറേറ്റ് പോലത്തെ ഒരു, ഈവൻ ദോ ഇന്ത്യ ആ ഒരു റീജിയനിൽ ചൂടുള്ള സ്ഥലങ്ങളിൽ ആണ്, അല്ലേ? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അത്ര തണുപ്പുള്ള സ്ഥലമല്ല, അത്യാവശ്യം ചൂടുള്ള ഒരു റീജിയനാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. ദോ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ് ഓൾമോസ്റ്റ് എക്സാക്ട്ലി ഹാഫ്, ആൻഡ് അതിൻ്റെ മേലേക്ക് പോകുമ്പോൾ ടെമ്പറേറ്റ് റീജിയൻ ആണ് എന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ടെമ്പറേറ്റ് റീജിയൻ്റെ തന്നെ ഇമ്മീഡിയറ്റ് സ്റ്റാർട്ടിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. സോ ചൂട് കൂടുതലുള്ള സ്ഥലം തന്നെയാണ് നമ്മുടെ നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇൻസ്പൈറ്റ് ഓഫ് ഇറ്റ്, വാട്ട് മേക്സ് ഇറ്റ് എലിജിബിൾ ഫോർ ആപ്പിൾ കൾട്ടിവേഷൻ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ഹൈ എലിവേഷൻസ്. ആ പൊക്കം, ആ സ്ഥലത്തിൻ്റെ ആ ഒരു ഹൈറ്റൊക്കെ കൊണ്ടാണ് നമുക്കത്ര ചൂട് അനുഭവപ്പെടാത്തത് കൊണ്ടാണ് അവിടെ ആപ്പിൾ വളരുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ ഡ്യൂറിങ് ദി ആക്റ്റീവ് ഗ്രോയിങ് പീരിയഡ്, ദി ആവറേജ് സമ്മർ ടെമ്പറേച്ചർ ഷുഡ് ബി ജസ്റ്റ് 21 and 24 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അത്ര മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ സമ്മർ ടെമ്പറേച്ചർ. നമ്മുടെ ഇവിടുത്തെ സമ്മർ ടെമ്പറേച്ചർ ഒക്കെ എത്രയാ?
ഇറ്റ് ഗോസ് അപ് ടു 35, 36 ഒക്കെ അല്ലേ. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ 40 ക്രോസ് ചെയ്യും. So summer temperature ideal for apple cultivation is just 21 and 24 degrees Celsius. അതുവരെ മാത്രമേ പോവാൻ പാടുള്ളൂ. It can be grown between 1500 to 2700 meters above sea level. Rainfall for apple trees to thrive and bear fruit as best as they can. There should be a well distributed rainfall of 1000 to 1250 mm during their growing season. അത്യാവശ്യം നല്ല റെയിൻഫോൾ വേണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആണ്, ഹോർട്ടിക്കൾച്ചർ ഫ്രൂട്ട്സ് ആണ് ഈ ആപ്പിൾ എന്ന് പറയുന്നത്. അതേപോലെ സോയിൽ എന്ന് പറയുന്നത് ലോമി വെൽ ഡ്രെയിൻ സോയിൽ ആർ ഐഡിയൽ ഫോർ ആപ്പിൾ ഗ്രോത്ത്. നമ്മൾ ഈ ഹിമാലയൻ റീജിയൻസിലൊക്കെ അത്യാവശ്യം ക്ലേ സിൽട്ട് കൂടുതലുള്ള സോയിലൊക്കെ നമുക്ക് ഒത്തിരി കിട്ടും ബിക്കോസ് ഓഫ് റിവേഴ്സ് അല്ലേ. റിവർ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ ലോമി സോയിൽ എന്ന് പറയുന്നത് അങ്ങനത്തെ സോയിലാണ്. ക്ലേയിൻ്റെ കണ്ടൻറ്റും സിൽട്ടിൻ്റെ കണ്ടൻറ്റും ഒക്കെ കൂടുതലുള്ളതാണ് ഈ ലോമി സോയിൽ എന്ന് പറയുന്നത്. സോ ലോമി സോയിൽ ഈസ് വെരി ഐഡിയൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് ആപ്പിൾ. ഇറ്റ്സ് ക്വൈറ്റ് ഫെർട്ടൈൽ ആസ് വെൽ. ഓക്കെ, ബിക്കോസ് ഈ നദികൾ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇറ്റ് വിൽ കണ്ടെയ്ൻ എ ലോട്ട് ഓഫ് അത്യാവശ്യം നല്ല രീതിയിലുള്ള മിനറൽസ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന സോയിലാണ് ഈ ലോമി സോയിൽ എന്ന് പറയുന്നത്. ഫൈൻ, ക്ലിയർ? Any doubt? Can I go ahead? Any doubt, guys? Ananya, Srinidhi, Prayag, Naveen, Atulya, Sona. Yes, ma'am. All clear? Okay. Recently നടന്നൊരു ഫെസ്റ്റ് ആണ് പർപ്പിൾ ഫെസ്റ്റ്. വാട്ട് ഇസ് പർപ്പിൾ ഫെസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. In partnership with Amity University, Noida, the Indian Sign Language Research and Training Center hosted Purple Fest 2025. അപ്പോൾ സൈൻ ലാംഗ്വേജ് ആരാ യൂസ് ചെയ്യുന്നത്? Who uses sign language? Deaf people. Deaf people, people who are mute, right? സംസാരിക്കാൻ പറ്റാത്ത ഡെഫായിട്ടുള്ള ആൾക്കാരൊക്കെ, ഡെഫായിട്ടുള്ള ആൾക്കാരും സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരും സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്യും, റൈറ്റ്? സോ ബേസിക്കലി പർപ്പിൾ ഫെസ്റ്റ് എന്ന് പറയുന്നത് ഡിസെബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക്, നമ്മൾ ഡിസെബിലിറ്റീസ് എന്ന് പറയില്ല, ദിവ്യാങ് ജൻ എന്നാണ് പറയുന്നത് അവരെ, അല്ലേ? ദിവ്യാങ് ജൻ എന്നുള്ള ടേമാണ് ഇവർക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഈ ദിവ്യാങ് ജന്നിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഈ പർപ്പിൾ ഫെസ്റ്റ് എന്ന് പറയുന്നത്. വാട്ട് എക്സാക്ട്ലി വാസ് ഇറ്റ് ഫോർ ദി എംപവർമെൻറ്റ്, ഇൻക്ലൂഷൻ. ഓക്കെ, ഇവരെ കൂടുതൽ ഇൻക്ലൂസീവ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അവരുടെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടും ഒക്കെ ടാർഗറ്റ് ചെയ്താണ് എന്താ പറയുക ഈ ഒരു പർപ്പിൾ ഫെസ്റ്റ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇവരുടെ പല ആക്ടിവിറ്റീസ് ലൈക്ക് ദർ ആർ ബിസിനസ്സസ് ദാറ്റ് ആർ റൺ ബൈ ദിവ്യാങ് ജൻ. Okay, there are many other cultural and educational endeavors that are taken up by the Divyang Jan. ഇതിനൊക്കെ ഒരു ഷോക്കേസ് ചെയ്യാനുള്ള ഒരു ഫെസ്റ്റ് ആയിട്ടാണ് ഈ പർപ്പിൾ ഫെസ്റ്റ് 2025 കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് വാസ് എ നാഷണൽ ഈവൻറ്റ് ഓണറിങ് ദിവ്യാങ് ജൻസ് ഇൻറ്റൻറ്റീവ്നെസ്, ലിബർട്ടീസ് ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷൻ. അവരുടെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എന്താ പറയുക വിൽ പവറിനെയും ഇവർ കാഴ്ചവെക്കുന്ന ആ ഒരു സെൽഫ് ഡിറ്റർമിനേഷനെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസ്റ്റ് ആയിരുന്നു ഈ പർപ്പിൾ ഫെസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ സീക്സ് ടു അഡ്വാൻസ് ആക്സസിബിലിറ്റി, ഇൻക്ലൂസിവിറ്റി ആൻഡ് അവയർനെസ് ഓഫ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. ഓക്കെ, സോ മൊത്തത്തിൽ ഈ ഒരു ഡിസബിലിറ്റീസ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ഉള്ള പല കാര്യങ്ങളും അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒരു ഇൻക്ലൂസിവിറ്റി വിൽ സീ വെൻ വി സ്റ്റഡി അബൌട്ട് ദി ഇഷ്യൂസ് ദാറ്റ് ദിവ്യാങ് ജൻസ് ആർ ഫേസിങ് ഇൻ ദ കൺട്രി. ആ ഒരു സമയത്ത് നമ്മൾ ഈ ഇൻക്ലൂസിവിറ്റിയെ കുറിച്ച് നമ്മൾ പറയുന്ന ഒരു ചില പോയിന്റ്സ് ഉണ്ട്. ഇതൊക്കെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പർപ്പിൾ ഫെസ്റ്റ് പോലത്തെ ഒരു ഇത് തുടങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ ആക്ച്വലി നടന്നത് ഈ പർപ്പിൾ ഫെസ്റ്റിൽ? എക്സിബിഷൻ ഓഫ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ദാറ്റ് വർ ക്രിയേറ്റഡ് ബൈ ദിവ്യാങ് ജൻ. ഓക്കെ, അതേപോലെ തന്നെ ഓൺട്രപ്രണർഷിപ്പ് സ്റ്റോൾസ്, 22 ഓൺട്രപ്രണർഷിപ്പ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ബിസിനസ്സസ് ദാറ്റ് ഹാവ് സ്റ്റാർട്ടഡ് ബൈ ദിവ്യാങ് ജൻ, അവർക്ക് വേണ്ടിയിട്ടുള്ള 22 ഓൺട്രപ്രണർഷിപ്പ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്പോർട്സ് ആൻഡ് കൾച്ചറിൽ ഇവരുടെ റിപ്രസെൻറ്റേഷൻ എൻകറേജ് ചെയ്യാനുള്ള ഈവൻറ്റ്സ് ഉണ്ടായിരുന്നു. കണ്ടിന്യൂയിങ് റിഹാബിലിറ്റേഷൻ എഡ്യൂക്കേഷൻ, അതായത് പ്രൊഫഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അതേപോലെ സൈൻ ലാംഗ്വേജിൻ്റെ യൂസ് കൂടുതൽ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള ഒരു സ്റ്റോൾസ് ഉണ്ടായിരുന്നു. അക്നോളജ്മെൻറ്റ് ഓഫ് സക്സസ്, മിസ് ഗുർദീപ് കൗർ വാസു, ദ ഫസ്റ്റ് ഡെഫ് ബ്ലൈൻഡ് ഇന്ത്യൻ ടു ബി ഹയർഡ് ബൈ ദ ഗവൺമെൻറ് അണ്ടർ ദ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി കാറ്റഗറി. അതായത് ഗവൺമെൻറ് ജോലി കിട്ടിയ
ആദ്യത്തെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയാണ് ഈ ഗുർദീപ് കൗർ വാസു എന്ന് പറയുന്നവർ. അവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ കൊടുക്കുക, അങ്ങനത്തെ കുറേ ആട്രിബ്യൂട്ട്സ് ഈ പറയുന്ന പർപ്പിൾ ഫെസ്റ്റിൽ ഉണ്ടായിരുന്നു. ഓക്കെ, so basically Purple Fest was conducted to encourage Divyangjan, to emphasize their participation, okay, to show that അവരുടെ ഇൻക്ലൂസീവ്നെസ് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഒരു ഫെസ്റ്റ് ആയിരുന്നു പർപ്പിൾ ഫെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, now what critical barriers continue to hinder inclusion and empowerment of people with disabilities or persons with disabilities in India? എന്താണ് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ? Can you guys tell me? അവർക്ക് എഡ്യൂക്കേഷനുള്ള ചാൻസ് ചിലപ്പോൾ കുറവായിരിക്കും. കേട്ടില്ല ഗൗതം. പവർ ഓഫ് അല്ല, അവർക്ക് എഡ്യൂക്കേഷനുള്ള ചാൻസ് ഒരുപക്ഷെ കുറവായിരിക്കും. Why do you say so? അതൊരു സോഷ്യൽ സ്റ്റിഗ്മയല്ലേ, അങ്ങനത്തെ ഉള്ളവരെ സമൂഹം മാറ്റി നിർത്തും. അപ്പം അതുപോലെ തന്നെ അങ്ങനത്തെ ഉള്ളവരെ തന്നെ സമൂഹം മാറ്റി നിർത്തുമ്പോൾ അവർക്ക് എഡ്യൂക്കേഷനുള്ള ചാൻസ് പോവില്ലേ. Okay, social stigma is an excellent point. Social stigma is something that people with disability face a lot, right? So that is one thing that we need to work on. Why the social stigma? അല്ലേ, they're just one among us എന്ന് കരുതുന്നതിലും എന്തുകൊണ്ടാണ് അവരെ മാറ്റി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്? സോഷ്യൽ സ്റ്റിഗ്മ, യെസ്, വൺ പോയിന്റ്. സെക്കൻഡ്, എഡ്യൂക്കേഷൻ്റെ പോയിന്റ് പറഞ്ഞു. That you can relate it with social stigma as well. What else can you relate it with from the education perspective? ഇപ്പോൾ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്ക് ക്ലാസ്സിലിരുന്ന് പഠിക്കണം. ഓക്കെ, ക്ലാസ്സിലിരുന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? അതിന് സ്പെസിഫിക് ആയിട്ടുള്ള റിസോഴ്സ് വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയുള്ള സ്പെഷ്യൽ സ്കൂൾസിൽ അഡ്മിഷൻ വേണം. സ്കൂൾസ് എക്സാക്ട്ലി. നൗ ടെക്സ്റ്റ് ബുക്സ്, വാട്ട് a person without blindness can read cannot be read by a person who is blind. അല്ലേ, ബ്രെയിൽ ആ പ്രിന്റ് ഉള്ള ടെക്സ്റ്റ് ബുക്ക് വേണം, എന്നാലേ ആൾക്ക് ടെക്സ്റ്റിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വായിക്കാൻ പറ്റുള്ളൂ. അല്ലേ, ഒരു സ്കൂൾ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം ആദ്യം വേണ്ടത് റിസോഴ്സസ് ആണ് ഒരു ബ്ലൈൻഡ് പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം. ഇനി ഒരു ഡെഫ് ആയിട്ടുള്ളൊരു ആളാണ്, അല്ലെങ്കിൽ സ്പീച്ച് ഇമ്പാരിറ്റീവ് ഉള്ള ഒരാളാണ്, അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ആളിലോട്ട് എത്തുന്നത്? അല്ലേ, സോ മെയിനായിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ലാക്ക് ചെയ്യുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഈസ് ലാക്കിംഗ്. ബീറ്റ് ബുക്സ് ഫോർ ബ്ലൈൻഡ് പീപ്പിൾ, ബീറ്റ് പീപ്പിൾ ഹു നോ ദ സൈൻ ലാംഗ്വേജ്, പീപ്പിൾ ഹു ടീച്ച് ഇൻ സൈൻ ലാംഗ്വേജസ്. ഇനി അതും ഉണ്ടെങ്കിൽ തന്നെ അത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ വളരെ കുറവാണ്. അല്ലേ, ഇനി നമ്മളൊരു സ്കൂളിലോട്ട് ഇങ്ങനത്തെ ഒരു കുട്ടിക്ക് ജോയിൻ ചെയ്യണം, ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടിക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ there are a lot of infrastructure challenges that the child is going to face in the school. Like, how many of your schools have ramps? റാമ്പ് ഉള്ള സ്കൂളുകൾ എത്ര? ഒരു കയറ്റം കയറണമെങ്കിൽ സ്റ്റെപ്പ് അല്ലാണ്ട് റാമ്പിൽ കൂടി കയറുന്ന എത്ര സ്കൂളുകളുണ്ട്? Say a person, a child on a wheelchair is joining the school. How many schools have ramps so that the child can go across these floors? ഫസ്റ്റ് ഫ്ലോറിന് സെക്കൻഡ് ഫ്ലോർ പോകുന്നത് സ്റ്റെപ്പിലല്ലാണ്ട് റാമ്പിൽ കൂടി കയറി പോകുന്ന എത്ര പ്രൊവിഷൻസ് ഉണ്ട്? ഓക്കെ, സോ ഡോണ്ട് യു തിങ്ക് ദർ ഈസ് ഇൻഫ്രാസ്ട്രക്ചർ ഡിഫിക്കൽട്ടീസ് ആസ് വെൽ ഇൻ സ്കൂൾസ്, റൈറ്റ്? സോ നമ്മൾ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുമ്പം സ്കൂളിൽ നിന്ന് ഇവർ ഡ്രോപ്പ് ഔട്ട് ആവാൻ ഡെഫിനറ്റ്ലി സോഷ്യൽ സ്റ്റിഗ്മ ഇസ് എ റീസൺ, ബട്ട് അറ്റ് ദ സെയിം ടൈം ദർ ഈസ് ഓൾസോ അനദർ റീസൺ that resources are lacking, infrastructure lacking ഉണ്ട്. So സ്കൂളിൽ വേണ്ട എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വേണ്ട infrastructure is also lacking. Okay, so we covered 2 points. What other points do you think are the issues that are faced by persons with disabilities? പറയൂ, വേറെ എന്തൊക്കെയാണ് ഒരു ഡിസബിലിറ്റി ഉള്ള ആൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി. ഒരു ബസ്സിൽ കയറണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ, ഡു യു തിങ്ക് ദി ഇൻഫ്രാസ്ട്രക്ചർ ഹാസ് ഇനഫ് ഫെസിലിറ്റി വെയർ എ പേഴ്സൺ ഓൺ എ വീൽ ചെയർ ക്യാൻ ഗെറ്റ് ഓൺ ടു ബസ്?
No, ma'am. No, right? Accessibility issues ഉണ്ട്. Do you agree there is accessibility issue? You can't travel on a bus, train, flight is the only option. Is everybody capable of affording a flight ticket? No, right? ഫ്ലൈറ്റിന് മാത്രം ഒരു ഓപ്ഷൻ ഉണ്ട് ഇവർക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് കയറി പോകാൻ. ബട്ട് വാട്ട് അബൌട്ട് ദ റെസ്റ്റ് ഓഫ് ദ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്? In cities like probably Mumbai, Bangalore, there are AC buses with ramps. Okay, ramps ഉള്ള ബസ് AC buses ഉണ്ടാവാം. That is so, ഇച്ചിരി വെൽ ഓഫ് ആയിട്ടുള്ള ഹാൻഡിക്യാപ്ഡ് കുട്ടികളുള്ള ഫാമിലീസ് ദേ യൂഷ്വലി മൈഗ്രേറ്റ് ടു വെസ്റ്റേൺ കൺട്രീസ് സോ ദാറ്റ് ദേ ഹാവ് ആ ഒരു ഫെസിലിറ്റി ഒക്കെ ഉള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങളിലോട്ട് ഇവർ മൈഗ്രേറ്റ് ചെയ്യുന്ന കുറേ കേസസ് ഉണ്ട്. ബട്ട് വാട്ട് അബൌട്ട് ദ റെസ്റ്റ് ഓഫ് ദെം ഹൂ ഇസ് നോട്ട് കേപ്പബിൾ ഓഫ് മൈഗ്രേറ്റിംഗ്? അല്ലേ, അതൊരു ഇഷ്യൂ ആയിട്ട് തന്നെ നിൽക്കുകയല്ലേ. സോ ദർ ആർ ഇൻഫ്രാസ്ട്രക്ചർ ചാലഞ്ചസ് ഓൺ എ ഡെയിലി ബേസിസ് ദാറ്റ് ദേ ഗോ ത്രൂ. റൈറ്റ് ഫ്രം റോഡ്സിൽ നമുക്കിപ്പോൾ റോട്ടിൽ കൂടി നടക്കാൻ എത്ര റോഡുകളിലാണ് നിങ്ങൾ സൈഡ് വാക്ക് കണ്ടിട്ടുള്ളത്? എത്ര നാട്ടിലെ റോഡുകളിൽ സൈഡ് വാക്സ് ഉണ്ട്? വേർ ദീസ് ഇപ്പം നമ്മൾ സേഫായിട്ട് ഒരാൾക്ക് നടന്നു പോകണം റോട്ടിൽ കൂടി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി എത്ര സ്ഥലങ്ങളിലാണ് ഒരാൾക്ക് സേഫായിട്ട് റോട്ടിൽ കൂടി നടന്നു പോകാനുള്ള ഒരു സൈഡ് വാക്ക് ഉള്ളത്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എവിടേക്കാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? സിറ്റിയിൽ മാത്രമേ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ, റൈറ്റ്? നിങ്ങളുടെയൊക്കെ നാട്ടിൻ പുറത്തെ ഉള്ള റോഡുകളിലൊക്കെ നിങ്ങൾ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ യു വിൽ നോട്ട് സീ എ സൈഡ് വാക്ക്, റൈറ്റ്? നടന്നു, ആരെങ്കിലും പുറകിൽ നിന്ന് വരുന്ന വണ്ടി ഇടിച്ചാൽ ഇടിച്ചു, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ഒരു രീതി, അല്ലേ? സോ ഇങ്ങനെ ഒരു വാക്കിംഗ് റാമ്പ് വേണം. ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ഇപ്പം അവർക്ക് വീൽ ചെയറിലാണെങ്കിൽ ദേ നീഡ് എ റാമ്പ് സോ ദാറ്റ് ദേ ക്യാൻ അഷ്യൂർ ഒരു സേഫ് ആയിട്ടുള്ളൊരു ട്രാവലിംഗ് അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിനിമം ഇൻഫ്രാസ്ട്രക്ചർ നെസസിറ്റിയാണ് ഇതൊക്കെ. സോ ഓൾ ഓഫ് ദിസ് ഈസ് ലാക്കിംഗ് ഇൻ ഇന്ത്യാസ് കേസ്. ഓക്കെ, സോ വിൽ ക്ലിയർലി സീ. നാളെ നമുക്കത് ഇച്ചിരി കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫൈൻ. ഇഫ് ദർ ഇസ് എനി അതർ ഡൗട്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, ma'am. All good? So fine, then we'll wind up for the day. Okay.